വാങ്ങിച്ചിട്ട് അച്ഛൻ വാങ്ങിച്ചിട്ടേ അടങ്ങുള്ളൂ എന്നുള്ളൊരു വാശിയിലായിരുന്നു കേട്ടോ. ഇവിടെ കിട്ടിയില്ലെങ്കിൽ എവിടെ എന്തെങ്കിലും കൊണ്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ നമുക്ക് ബ്രോയിലർ വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് മുട്ടക്കോഴിക്ക് അന്വേഷിച്ച് പോയതാണ്. അവസാനം അതും തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നു. കുറേ ദൂരം കറങ്ങിയിട്ടാണ് വാങ്ങിക്കൊണ്ട് വന്നത് കേട്ടോ. ഇവിടെ നേരത്തെ ഈ ഉള്ളിയൊക്കെ തോടും കളഞ്ഞ് കപ്പയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൊണ്ടുവന്ന സമയത്തിന് അമ്മമ്മ പെട്ടെന്ന് ഉള്ളിയൊക്കെ വഴറ്റാൻ തുടങ്ങി. പിന്നെ ഈ സംഭവം നമ്മളെ കൈകൊണ്ട് തുടിപ്പിക്കാത്തതുകൊണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ കഴുകി തരാമെന്നൊന്നും പറയാനൊന്നും പോയില്ല. അമ്മ തന്നെ കണ്ണാടിയൊക്കെ ഫിറ്റ് ചെയ്ത് അവിടെ ഇരുന്ന് എല്ലാം ക്ലീനാക്കി എടുത്ത് പിന്നെ ഒരു 10 വെള്ളമെങ്കിലും കഴുകി പിഴിഞ്ഞെടുത്തേ വെക്കാറുള്ളൂ. മുട്ടക്കോഴി ആയതുകൊണ്ട് കുറച്ച് വേവ് കൂടുതലായിരിക്കും. കുക്കറിലിട്ടാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടൂല. അതുകൊണ്ട് അടുപ്പിൽ തന്നെ അങ്ങ് വേവിക്കാമെന്ന് വിചാരിച്ചു. പല വീഡിയോസിലും ഞാൻ പല അടുപ്പ് കണ്ടിട്ടുണ്ട്. നമ്മൾ വിറകടുപ്പ്, ഇത് ആലുവ അടുപ്പ് എന്ന് പറയും. അതാണ് എൻ്റെ വീട്ടിലുള്ളത് കേട്ടോ. അതിലിടയ്ക്കിടയ്ക്ക് അമ്മ ഇങ്ങനെ വെക്കാറുണ്ട്. മിക്കവാറും ഗ്യാസ് തന്നെയാണ് അമ്മ കൂടുതലും ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ റെഡിയാക്കി ഞാൻ ഈ കിടന്ന് തപ്പുന്നത് മുട്ടക്കോഴിയിലുള്ള മുട്ടയാണ്. അമ്മ കഷ്ണങ്ങളൊക്കെ വാരിയിട്ടപ്പോൾ ഇത് മറന്ന് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടുപോയതാണ്. ഇനി ചിലപ്പോൾ അവസാനം ആർക്കെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. പിന്നെ വാഴയിൽ എടുത്തുകൊണ്ട് വന്നു. ചിക്കൻ തപ്പി പിടിച്ച് കൊണ്ടുവന്നപ്പോഴേ ഏകദേശം 12 മണി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇത് വെന്ത് വന്നപ്പോൾ 2 മണിയായി. പാവം അച്ഛനൊക്കെ ഷുഗർ കാരണം വിശന്നിരിപ്പായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് ഗ്രേവി കൂടുതലായിപ്പോയി. സാധാരണ ഇവിടെ ചിക്കനൊന്നും അങ്ങനെ ഒരുപാട് കറിയായിട്ട് വയ്ക്കാറേ ഇല്ല. ഇച്ചിരി ഒരു കുഴമ്പ് പരുവത്തിലാണ് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അച്ഛനൊക്കെ പെട്ടെന്ന് ഷുഗറൊക്കെ കുറഞ്ഞു പോകും. അതുകൊണ്ട് പിന്നെ അമ്മ പെട്ടെന്ന് വിളമ്പി കൊടുത്തതാണ്. അമ്മാമ്മയ്ക്കൊക്കെ പണ്ടത്തെ ശീലമാണ് കേട്ടോ. ഡൈനിങ് ടേബിളിലൊന്നും അങ്ങനെ വന്നിരുന്ന് കഴിക്കാറില്ല. അച്ഛനുണ്ടെങ്കിൽ പ്രത്യേകിച്ചും. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരുന്നു.